رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇന്നലെ നമ്മൾ വായിക്കുക ചെയ്തട്ടോ, ഇന്നും വായിപ്പിക്കുക തന്നെയാണ്. അപ്പോൾ ഒരാൾ വായിക്കുമ്പോൾ മറ്റാള് അത് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു തരണം കേട്ടോ. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ വരുമ്പോ നിങ്ങൾ അത് കേട്ട് പഠിക്കട്ടോ. ഇന്നലെ ലീവുള്ളവര് അതേപോലെ ഇന്നലെ അർമാനും സൈനബും വായിച്ചു. സൈനബ് ഇനി ബാക്കിയുള്ളവർ വായിക്കുമ്പോ അത് ശ്രദ്ധിക്കട്ടാ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കട്ടാ. ഓക്കെ, റിയാൻ ഇന്നെന്താ ചെയ്യണ? വായിക്കണോ? റിയാന് തൽക്കാലം റിയാൻ ഈ ആഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ കേട്ടാ. റിയാൻ ഈ ആഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ അവന് അല്ലേ, റിയാൻ ഇന്ന് വായിക്കണോ? വായിക്കാം അല്ലേ? എന്നാ പിന്നെ ഇവര് വായിക്കണം നോക്കട്ടാ. ഓക്കെ, ഇന്ന് അവര് വായിക്കണം നോക്കിയിട്ട് ഒരു 2-3 ആള് വായിച്ചതിന് ശേഷം വായിച്ചു തരണം കേട്ടോ. ബുക്കിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് നോക്കട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ സ്ക്രീനിലോട്ട് പോവാം. സ്ക്രീൻ വന്നില്ല? വേറെന്തോ സൗണ്ട് കേൾക്കുന്നല്ലോ. ടി വി ഓൺ ആക്കിയിട്ടുണ്ട് ആരെങ്കിലും? ആരെങ്കിലും മൊബൈലോ ടിവിയോ ഓൺ ചെയ്തിട്ടുണ്ടോ? സൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ ശരിയായി. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മുടെ ക്ലാസ് നടക്കുമ്പോ ആരെയും സൗണ്ട് ഉണ്ടാക്കാൻ സമ്മതിക്കരുത് കേട്ടാ. ഓക്കെ, അപ്പൊ ഇനി ഇന്ന് ആരാ വായിച്ചു തരുന്നേ? ജെയിൻ ഇന്നലെ അലീമ മാഷാല്ലാ അലീമ വായിച്ചു തരും കേട്ടോ. എന്നാ ഒരു മിനിറ്റ്, ലേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. അലിമ വായിക്കുമ്പോ ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോഴും സൗണ്ട് ഉണ്ടല്ലോ. മിസ്രിയന്റെ അവിടുന്ന് സൗണ്ട്. മിസ്രിയ, അവിടെ ആരെങ്കിലും ടി വി കാണുന്നുണ്ടാ? തൽക്കാലം ഞാൻ ഓഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ. എല്ലാവരും പിന്നെ അലീമ വായിക്കുന്ന ശ്രദ്ധിക്കണേ. അലീമ അവിടെ പോയി? എനിക്ക് കാണുന്നില്ലല്ലോ. ഓക്കെ, അലീമ വായിക്കുമ്പോ അലിമ വായിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ. ഓക്കെ, അലിമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് വായിച്ചേ. അതാ പോയി. അല്ല, ഇത് സ്ക്രീനിൽ നോക്കിട്ട് ഇത് ദാ ഇത് സ്ക്രീനിൽ നോക്കി വായിച്ചേ. ബാബാ, വെരി ഗുഡ്. ബാബാ, വെരി ഗുഡ്. അടുത്തതാ. താബ. അലിമ വായിക്കുമ്പോ കേൾക്കട്ടോ. ഓക്കെ, വെരി ഗുഡ്. സാബ, വെരി ഗുഡ്. സാബ എങ്ങനെ വായിക്കേണ്ടതെന്നറിയോ? സാബ, സാബ. അങ്ങനെ ആദ്യം ഓരോ അക്ഷരം. സാബ,
സാബ. അങ്ങനെ വായിച്ചു നോക്കിയേ. അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആ ആ വെരി ഗുഡ്. ആ ഇനി ഇത്. ആ ആ ഇനി ഇത് ഒറ്റക്ക് വായിക്കണം. ഉമ്മച്ചി പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ആ ക്ലിയർ ഇല്ലല്ലോ. വാ നമ്മൾ പഠിച്ചില്ലേ? വാ വാ പഠിച്ചില്ലേ നമ്മള്? ഇന്നലെ ഞാൻ എഴുതി തന്നില്ലേ? കേൾക്കുന്നില്ലേ? ആ ഈ കുറച്ച് ഓഡിയോന്റെ അടുത്ത് നിന്ന് ക്യാമറന്റെ അടുത്ത് ഇരുന്ന് എനിക്ക് കേൾക്കുന്നില്ലല്ലോ ഈ പറയുന്നത്. ആ ഇതാണ് ഇതാ ഇവിടെ എഴുതുന്നതാ. സ ഇതാ ആ വാ പഠിച്ചില്ലേ നമ്മള്? അതാണ് ഇത്. വാ ഈ ആ സവാബു. ഓക്കെ. ആ ആ വെരി ഗുഡ്. ആ ബാബി. അത് ഒരുമിച്ച് വായിച്ചാല് ബാബി. ബാബി. ആ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് വായിക്കും. ബാന. ആ വെരി ഗുഡ്. യബീനു. ആ വെരി ഗുഡ്. ആ നാബ. വെരി ഗുഡ്. ആ ഉം വെരി ഗുഡ്. ആ ആ ഇത് വായിച്ചോ? ഇത് വായിച്ചോ? അല്ലല്ല യത്തൂബ് അല്ല. ഓരോ അക്ഷരം വായിക്കും. ഇതാ താഴെ രണ്ട്. അവിടെ ആരും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അവിടെ ഒറ്റക്ക് വായിക്കട്ടെ. ഞാൻ ഹെൽപ്പ് ചെയ്തോണ്ട്. ഓക്കെ. യബീത്തു. വെരി ഗുഡ്. എനിക്ക് അറിയാനാണ് നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒറ്റക്ക് ചെയ്യണം. ടീച്ചർ ഹെൽപ്പ് ചെയ്യും. ഉമ്മച്ചി ഒന്നും ഹെൽപ്പ്. ഓക്കെ. ഒരു മിനിറ്റ്. ആ അടുത്തത്. ആ ക്ലിയർ ഇല്ലല്ലോ. നാബ. വെരി ഗുഡ്. ആ ഉം ഉം ജനൂബു. വെരി ഗുഡ്. ആ ബാത്ത. വെരി ഗുഡ്. ആ ആ മബ്രൂക്ക്. ഇല്ല ഇത് വെറും ഇതാണ്. ഇതാ ബ നീട്ടല്ല. ബ ആ ആ നാ പറഞ്ഞു കൊടുക്കല്ലേ. ബന. ഇവർക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ അതിനനുസരിച്ച് എനിക്ക് അടുത്ത ക്ലാസ് എടുക്കാൻ കഴിയൂ. അപ്പൊ അവർ ഒറ്റക്ക് ചെയ്യട്ടെ. എങ്ങനെ പറയേണ്ടതെന്നറിയോ? ആദ്യം ഈ ഇത് നോക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ ബാ ബി ബു പഠിച്ചില്ലേ? ആ ബ. ഓക്കെ. നാ നീ നൂ പഠിച്ച് നാ. ഇത് ഒരുമിച്ച് പറയുമ്പോ ഒരുമിച്ച് എഴുതുമ്പോ ബനാ. അങ്ങനെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇവിടെ എല്ലാവരും വായിക്കുമ്പോ ബാന്ന് ആയി പോകുന്നുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബ നാ. എന്താണ്? ബനാ. ഓക്കെ. പിന്നെ നാ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? നീ പഠിച്ചില്ലേ? ആ അതാണ് ഇവിടെ. ഇവിടെ ഇത് വായിച്ചേ. ആ ഇത് വായിച്ചേതാ അത്? ആ ആ ബാ നീട്ടണ്ട. ആ ബാ നീട്ടണ്ട. നീ നീട്ടിയാ മതി. മബ്രൂക്ക്. ആ വെരി ഗുഡ്. ആ വായിച്ചോ? കേട്ടില്ല. ബനു. വെരി ഗുഡ്. ആ നീ നീ
നീ എന്റെ മുഖത്തേക്ക് നോക്കിക്കോ, എന്റെ മുഖത്തേക്ക് നോക്കി, ഞാൻ പറഞ്ഞുതരാം. സാനി. ഓക്കെ. അപ്പൊ ഇതില് എന്തെല്ലാം പഠിച്ചു നമ്മള്? നാ ഉണ്ട്, നീ ഉണ്ട്, നൂ ഉണ്ട്. അതിന് മുന്നിലൊരു ബാ ചേർത്തു എന്ന് മാത്രം അല്ലേ? ഇതാ നാ, നീ. ഇവിടെ ബാ ചേർത്തു അപ്പൊ ബനാ. ഇവിടെ നീ ചേർത്തു അപ്പൊ ബനി. റിയാൻ ശ്രദ്ധിക്കുമോനെ? ഇവിടെ നൂ ചേർത്തു അപ്പൊ നൂ. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? നാ, നീ, നൂ. അത് മൂന്നും ഒരു പദത്തിലായിട്ട് വന്നു അല്ലേ? അതിന്റെ മുമ്പ് ബാ ചേർത്ത് വന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കൂട്ടി വായിക്കുന്നത്. അത് നീന്റെ മുമ്പ് സാ വന്നു. സാ നമ്മൾ പഠിച്ചില്ലേ? അതാണ് ഇവിടെ അല്ലേ? സാ പഠിച്ചു. എന്നിട്ട് നമ്മൾ സാന് ശേഷം അലിഫിട്ടിട്ട് സാ പഠിച്ചു അല്ലേ? ആ സാ ആണ് ഇവിടെ നീന്റെ മുമ്പ് വന്നിട്ടാ. അങ്ങനെയാവുമ്പോ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമായിരിക്കും കേട്ടോ. നമുക്കറിയാം സാന്റെ ഐഡന്റിറ്റി 3 ഡോട്ട് മുകളിലാന്നൊക്കെ. അപ്പൊ നമുക്ക് എവിടെ കണ്ടാലും മനസ്സിലാവും. ഖുർആൻ വായിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ ഇനി ഖുർആനിലൊക്കെ ഇത് കണ്ടാൽ മനസ്സിലാവണം. ഓക്കെ. ഇൻഷാ അല്ലാ ശരിയാവും. അപ്പൊ ഇനി ഇത് വായിച്ചേ. ആ ba ആ ba ba ആ വെരി ഗുഡ്. സാബത്ത. bata ക്ലിയർ അല്ലേ സൈനബ്? സൈനബ് ഇന്നലെ വായിച്ചു അടിപൊളിയായിട്ട്. ഇന്നലെ സൈനബ് വായിച്ചു. മാഷാ അല്ലാ, ബറൂഖ്, ബറക്കല്ലാഹു ഫീക്ക്. അർമാൻ വായിച്ചു. ഓക്കെ. ഇന്നിപ്പോ അലീമയും കൂടി വായിക്കുന്നു. വായിച്ചേ ഇനി ഇതും കൂടി. sabita അല്ല, bisa ആ bisa bitu ബി തു തു. sabitu അപ്പൊ യുസാബിത്തു. ഓക്കെ. വളഞ്ഞ ചിഹ്നം വന്നപ്പോ നമ്മൾ ഊ അല്ലേ? അപ്പൊ തു. അങ്ങനെ യുസാബിത്തു. ഇനി അടുത്ത് വായിച്ചേ. ആദ്യത്തെ അക്ഷരം വായിച്ചേ. സു സു. bus സാ സി സു. ആദ്യത്തെ അക്ഷരം സു. രണ്ടാമത്തത് എന്താ? ബാ ബീ ബൂ. അപ്പൊ സുബൂ. പിന്നെ subuh താത്തി ടു അല്ലേ? subut വെരി ഗുഡ്. അപ്പൊ സുബൂത്തു. ഇങ്ങനെയാണ് പഠിച്ചിട്ടാ. നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ആദ്യത്തേത് നോക്കുക. അപ്പൊ അതെന്താ നോക്കുക, പിന്നെ രണ്ടാമത്തെ നോക്കുക, എന്നിട്ട് പിന്നെ അത് ഒരുമിച്ച് വായിക്കുക കേട്ടാ. സുബൂത്തു. അതേപോലെ ഇത് വായിച്ചേ. ആ പോട്ടെ. ഇതെന്താ അറിയോ? ഇതെന്താ ഇങ്ങനെ എഴുതിയ? മുകളിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ എഴുതി എന്താ വായിക്കുക? nya അല്ല നൂ. അല്ല നു. nu ഞാതല്ലേ? ഞാതല്ലേ? ഇങ്ങനെ ഒരു വരട്ടാലല്ലേ? മുകളിൽ വരട്ട ഞാ. ഇത് നു. പിന്നെ നൂനെ നീട്ടിയാല് നൂ. പിന്നെ അതിന്റെ അപ്പുറത്ത് എന്താ? വീണ്ടും നു. അപ്പൊ അതെന്താ വായിക്ക? nu nu നൂ നൂ. വെരി ഗുഡ്. നൂ നൂ. ഓക്കെ. ഇനി ഇത് എന്താ? ആദ്യത്തെ അക്ഷരം എന്താ? bu ബോ. വെരി ഗുഡ്. രണ്ടാമത്തത് ഇതാണ്. ഇങ്ങനെ ഇതായത് ഇത്. bu അല്ല, nu നീ നീ നീ. ni മൂന്നാമത്തെ ഇതാണ്. bunyinya വെരി ഗുഡ്. മാഷാഅല്ലാ, മബ്റൂക്ക്. ഇനി അടുത്തത് utu yutu ബുയു തു ആണോ? buyuti തു ആണെങ്കിൽ ഇങ്ങനെ വരണം അല്ലേ? ഇത് അടിയിലാണ് വരട്ടിക്കണം. അപ്പൊ ബുയൂത്തി. ഓക്കെ. വെരി ഗുഡ്. അടുത്ത് wasaba വെരി ഗുഡ്. wasibi ആദ്യത്തെ അക്ഷരം വായിച്ചേ. ya യാ. രണ്ടാമത്തെ അല്ല, സാറിന്റെ അടിയിൽ വരാം. yusabitu നോ നോ നോ. ഞാൻ പറയുന്ന കേൾക്ക്. ആദ്യം യാ വായിച്ചില്ലേ?
രണ്ടാമത് ഇതെന്താ? യ 3 ഡോട്ട് ഇട്ടാൽ ആ അടിയില് തി. ടി യസി. ആ പിന്നെ മൂന്നാമത് ഇതാ ഓ ബു. യസിബു. എഴുതിയതൊക്കെ തെറ്റിക്കണം. ബോ എന്താണ്? യസിബു. ഓക്കെ. മാഷാഅല്ലാ, മബ്റൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാഹ്, ഉഷാറായിട്ട് വായിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോ അലീമെന്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ആരാ വായിക്കുന്നേ? അടുത്ത സൈനബ്. അലീം ഉഷാറായിട്ട് വായിച്ചില്ലേ? മബ്റൂക്ക്. ഓക്കെ, അപ്പൊ ഇനി ആരാ വായിക്കുന്നത്? മിസ്രിയ വായിക്കോ? മിസ്രിയ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, വായിക്കോ? ഇന്നലെ ലീവുള്ളവര് ലാസ്റ്റ് വായിപ്പിക്ക വെച്ചിട്ടാ. മിസ്രിയ മോള് വായിക്കട്ടാ, ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം കേട്ടാ. മിസ്രിയ പുതിയ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ മിസ്രിയന്റെ ഏജ് എത്ര? ഒരു മിനിറ്റ് ഞാൻ വരാം. അത് ഇതിക്ക് 6 വയസ്സ്. ഓക്കെ, ആരാണ് ഇനി? മിസ്രി അല്ലേ വായിക്കുന്നേ? ഓക്കെ, വേറെ ആരെങ്കിലും റെഡിയാണോ വായിക്കാൻ? എന്നാ മിസ്രിയ വായിക്കുന്ന നോക്കിക്കോളിട്ടാ. വെരി ഗുഡ്. എന്താണ് ഇത്? ബാബ ബാബ. മാഷാഅല്ലാ, മബ്റൂക്ക്. താബ ഒരു മിനിറ്റ്. ഓക്കെ, ആ ഓക്കെ. തു ആ ബു തൂബു. മാഷാഅല്ലാ, മബ്റൂക്ക്. ആ സാബ ബാബ. വെരി ഗുഡ്. ആ അടുത്ത് യസുബു യസുബു ആ യസൂബു. ആ വെരി ഗുഡ്. ആ സവ സവബു സവാ. വാ. സവാ. സവബു ആ സവാബു. വെരി ഗുഡ്. ഇതെന്താണ്? ഇത് വാ അല്ലേ? വാന്റെ അപ്പുറത്ത് അലിഫ് ഇട്ടാല് വാ. അതാണ് ഇവിടെ കേട്ടോ. വാ പഠിച്ചില്ലേ നമ്മൾ ഇന്നലെ? അതാണ് കേട്ടോ. മിസ്രിയ മറ്റേ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. അവൾക്ക് നാളെ എക്സാം ആയതുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് വന്നതാ കേട്ടോ. ഓക്കെ, അപ്പൊ സവാബു. ആ ഇനി അടുത്ത വായിച്ചേ. ബാബി ബാബി. വെരി ഗുഡ്. ആ ബാന ബാന ബാന. വെരി ഗുഡ്. ആ യാബീനു ബീനു യബീനു. മാഷാഅല്ലാ, മബ്റൂക്ക്. ആ യബീനു. നന്നായി വായിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ്. ഓക്കെ. യാനൂബു യനൂബു. വെരി ഗുഡ്. ആ ബാദ ബാത ബാത്ത. ബാത്ത. വെരി ഗുഡ്. ആ യാബീതു യബീതു. വെരി ഗുഡ്. സൈനബ്, മറ്റേ മിസ്രിയ വായിക്കുന്നത് ക്ലിയർ അല്ലേ? നോക്കുന്നില്ലേ? ബന ബന. സൈൻ ശ്രദ്ധിക്കട്ടോ. ബനി ബനി. ബനി വെരി ഗുഡ്. ആ ബനു ബനു ബനു. ആ ബാ നീട്ടല്ല കേട്ടോ. ബാ നീട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ മാത്രം ഇട്ടാൽ ബ. ഇതാണ് ബാ ആണ് കേട്ടോ. അപ്പൊ ഇത് ബനു. ഓക്കെ. ആ ഇവിടെ നീട്ടാണ്. സാബി അല്ല, മുകളിലൊരു കുത്ത്. സാനി. വെരി ഗുഡ്. അതെപ്പോഴും തെറ്റാൻ ചാൻസ് ഉള്ളൊരു ഇതാണ്. സാബത്ത. വെരി ഗുഡ്.
അടുത്തത്. ഓരോ അക്ഷരമായിട്ട് വായിച്ചാൽ മതി. കുറച്ച് വലുതാണ്. ഇത് സാബത്ത, ഇത് യു 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 സാ ബി തു. വെരി ഗുഡ്. യുസാബിത്തു. യുസാബിത്തു ഒന്നും കൂടി പറഞ്ഞേ. യുസാബിത്തു. വെരി ഗുഡ്. ഇത് സുബുത്തു. സുബുത്തു. വെരി ഗുഡ്. നൂനു. മാഷാഅല്ലാ, മബ്രൂക്ക്. ബുനി. ബുനിയ. ബുനിയ. മാഷാഅല്ലാ, മബ്രൂക്ക്. ബുയൂതി. വെരി ഗുഡ്. വസബ. വെരി ഗുഡ്. യസീബു. യസീബു. സീബു. സീ നീട്ടാനില്ല. സീ നീട്ടണമെങ്കിൽ യസീബു ഇങ്ങനെ വേണം. യാവ് വേണം ഇവിടെ. ഇങ്ങനെ പോ. ഇവിടെ ഇതില്ല. അപ്പൊ എന്താ വായിക്ക? യസീബു. യസീബു. മാഷാഅല്ലാ, മബ്രൂക്ക്. ബറക്കല്ലാഹു ഫീക്ക്. പിന്നെ മുമ്പ് പഠിച്ചിട്ടുണ്ടോ മിസ്രിയ? മുമ്പ് അക്ഷരം പഠിച്ചിട്ടുണ്ടോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ? അതാണ് ഇത്ര എളുപ്പം. മാഷാഅല്ലാ, അൽഹംദുലില്ലാ, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അതേപോലെ ഇനി ഉഷാറായിട്ട് ഇനി അടുത്തതും പഠിക്കണം നമുക്ക് കേട്ടാ. മിസ്രിയ പഠിത്ത് വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് ആരാ? സൈനബ് എന്താ ചിരിക്കണേ? റിയാൻ വായിക്കാനായോ? അവന് ഉറക്കം വരുന്നുണ്ട്. റിയാൻ ഒന്ന് വായിച്ചു നോക്ക. വായിക്കോ റിയാൻ? വായിക്കോ? വായിക്കോ? വായിക്കാന് ചിരിക്കില്ല. ഇപ്പൊ കണ്ടോ മിസ്രി വായിച്ചണ്ട? മിസ്രി വായിച്ചു, അനിയൻ വായിച്ചു. ഒന്ന് വായിച്ചു നോക്കിയേ. ടീച്ചർ ഹെൽപ്പ് ചെയ്തരാം. അപ്പച്ചില്ല, ഞാനാണ്. ഇങ്ങോട്ട് നോക്കി പറ. ഇത് വായിച്ചു നോക്കിയേ. അല്ല, എനിക്ക് ഞാൻ വേറെ സ്ഥലം തരാം. ഇതല്ല, അത് വായിക്കാം. വയ്ക്കും. ഒരു മിനിറ്റ്. എന്നാ ഇത് വായിക്കണ്ട. ഇതൊന്ന് വായിച്ചേ. ഇതാ, ഇത് വായിച്ചേ. ഇവിടെ ഇത് വായിക്കാൻ കഴിയും. ഇതെന്താ? അത് പാണ്. അപ്പൊ ഇതോ? ചിരിക്കല്ല, വായിക്ക്. ഇന്നലെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇന്നലെ ഈ വിരുന്ന് പോയി അല്ലേ? വായിക്കേ. വായിക്കോ? റിയാന് വായിക്കോ? ഇത് അല്ല, നാദാ ഇവിടെ ഇരിക്കണം. ഇവിടെ ഇതാണ് ഞാന്റെ ഡോട്ട് മുകളിലും ബാന്റെ ഡോട്ട് താഴെയും. ഡോട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഒരു അക്ഷരത്തിന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ വായിക്കോ? ഇതിങ്ങനെ വായിക്കോ? വായിക്കേ. സൈനാണല്ലോ വായിക്കുന്നത്. ഞാനാ പറയുന്നേ. ഓക്കെ, എന്നാ ഇനി സൈൻ വായിക്കുന്ന നോക്കട്ടാ. ഒരു മിനിറ്റ്. അതല്ല സൈൻ, ഇതല്ല. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. സൈൻ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കേട്ടാ. ഓക്കെ.
ഉണ്ടെങ്കിൽ ഇനി ഇവിടെ ബാങ്ക് കൊടുക്കട്ടെ. ഏതെല്ലാം അറിയാം അപ്പം നടത്താം. ഇടിപ്പാടം വരെ ഇവിടെ നടത്താം. ഇതുവരെ എടുത്തതല്ല. ഇനി അടുത്ത പാഠത്തിലെ യൂണിറ്റിലേക്ക് കടക്കുന്നുണ്ട് പോലെ എടുക്കണം. ഇതാണ് എന്നാ തന്നത് അടുത്തുനിന്ന് പുലി നല്ലത് എന്താ ബാക്കി ആരൊക്കെയും അടുത്ത് കഴിക്കും. എസിബുന്നിന്റെ ഇന്നിപ്പോ മിസ് വായിക്കും കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് വായിച്ചു കൊടുത്താ അതാ പറഞ്ഞത്. ഇതെന്നാ ക്ലാസ്സിന്റെ സമയം ഇത് ഓക്കെ. ഇനി സെയിൻ വായിച്ചോ? ഇത് വായിച്ച സെയിൻ വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടാ. ഓക്കെ, ഇത് വായിച്ച മോനെ. വെരി ഗുഡ്. ഓക്കെ. വെരി ഗുഡ്. അടുത്ത് യത്തൂബു. എങ്ങനെ യത്തൂബു കിട്ടി? ഇതെന്താണ്? താഴെ 2 ഡോട്ട് ഇട്ടാല് യ. മുകളിൽ ഡോട്ട് ഇട്ട തൂനെ നീട്ടിയപ്പോ യത്തൂബു. അങ്ങനെ മനസ്സിലാക്കിയിട്ടല്ലേ വായിക്കുന്നേ? ഓക്കെ. ഇനി അടുത്ത് പറയാൻ പറ്റില്ല. പറഞ്ഞില്ല. അവന് അടുത്തോട്ട് വെച്ചേ, ക്യാമറ അടുത്ത്. അവൻ അറിയുന്നുണ്ടോ എന്ന് അറിയാനാണ്. അല്ലെങ്കിൽ ഇനി ക്ലാസ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലേ? ഓക്കെ, മോൻ ഇത്തിരി കൂടി അടുത്തേക്ക് ഇരുന്ന്, ക്യാമറിന്റെ അടുത്തേക്ക് ഇരുന്നേ. ഓക്കെ. സാബ. വെരി ഗുഡ്. ഇനി ഒറ്റക്ക് വായിക്കും. ഇത് വായിച്ചേ. താഴെ 2 ഡോട്ട് മുകളിൽ വരാം. എന്താവും? യസൂബു. മാഷാഅല്ലാ, മബ്റൂക്ക്. അടുത്ത് വാക്ക് നീട്ടാനുണ്ട്. ഇത് ഞാൻ എഴുതി തരാം. ഇതെന്തായിരുന്നു? വാ അല്ലേ? നമ്മൾ വാന അലിഫ് കൊണ്ട് നീട്ടിയപ്പോ നമ്മള് വായിച്ചില്ലേ? അതാണ് ഇവിടെ വന്നിട്ടില്ല. അപ്പൊ നമ്മള് ആദ്യം സ വായിച്ചു, പിന്നെ വാ പിന്നെന്താ? ബു ബു. ബ ബി ബു അല്ലേ? ഇതാണ്ടോ ഇങ്ങനത്തെ ചിഹ്നിട്ട ഊന്റെ അടയാളല്ലേ ഉകാരം. അപ്പൊ നമ്മള് ബു വായിച്ചു. അപ്പൊ സവാബു. അങ്ങനെ വേണം വായിക്കാൻ കേട്ടോ. അങ്ങനെ വായിച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ഇത് വായിക്കാം. ഇതെന്തായിരുന്നു? ബാബി നീട്ടാനുണ്ട്, ബി നീട്ടാനുണ്ട്, ബാക്കും നീട്ടാനുണ്ട്, ബീക്കും നീട്ടാനുണ്ട്. അപ്പൊ ബാബി. ഓക്കെ, അടുത്തത് വെരി ഗുഡ്. അധിക പേർക്ക് 2 അക്ഷരം കിട്ടുന്നുണ്ട്. 3, 4 അക്ഷരം വരുമ്പോ ഒരു തപ്പലുണ്ട് അല്ലേ? ഓക്കെ, അടുത്തത് താഴെ 2 ഡോട്ട് ഇട്ടാല് നമ്മൾ പഠിച്ചില്ലേ? ഇങ്ങനെയുള്ളത് ഒറ്റക്ക് എഴുതുമ്പോഴാണ് ഇങ്ങനെ. ഇതിനു ശേഷം വേറെ അക്ഷരങ്ങൾ കൂട്ടി എഴുതുമ്പോ
നമ്മൾ ഇതിനെ ഇങ്ങനെയല്ല എഴുതുക. നമ്മളിങ്ങനെ ഇങ്ങനെ എഴുതുക പഠിച്ചില്ലേ? അതാണ് ഇത് അല്ലേ? അപ്പൊ യാ. അടുത്തത്. അടുത്ത അക്ഷരം ഏതാ? ഇതാണ്. ഇത് ഇതെന്താ? ബൂവാ. ബൂ ഇങ്ങനല്ലേ? താഴെ ശരിക്കിരിക്ക്. അപ്പോ ബി. എബി ആണ്. എബി. അപ്പൊ ഈ ബീനെ നീട്ടാൻ ഒരു യാവും കൂടി കൊടുത്തു അല്ലെ? നമ്മൾ നേരത്തെ നമ്മൾ ഇങ്ങനെ പഠിച്ചില്ലേ? ബി പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ ബാ ബി എന്നുള്ള ഈ ബി ഇത് തന്നെയാണ് ഈ ബിയും. കണ്ടോ? അതായത് ഇതിന് ഈ ആക്ക് ശേഷം വേറെ അക്ഷരം വന്നതുകൊണ്ട് അതിനെ ഇങ്ങനെ എഴുതിയതാണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്തൊരു ബി കൊടുത്തു. അപ്പൊ ബി. ഇതെന്താ വായിക്കുക? ബി. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഒരുപാട് പേർക്ക് തപ്പലുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ എഴുതണം നോക്ക്. ഇവിടെ തന്നെ എഴുതി തരാം. എന്താ വായിക്കുക? നമ്മൾ ബാ ബി പഠിച്ച ബി ആണ്. ഓക്കെ, ഇതും ബി തന്നെയാണ്. ഇതും ബി ആണ്. കാരണം ഇതിനൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഇതിന് ഇവിടെ ഇട്ടാൽ ബിയാ വായിക്കും, ഇങ്ങനെ ഇട്ടാൽ ബി അല്ലെങ്കിൽ ബിയു എന്നൊക്കെ ആവും. പക്ഷെ ഒന്നും ഇടാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ നീട്ടാനാണ് ബി അല്ലേ? ഇതിന്റെ അപ്പുറത്ത് നൂ ഉണ്ട്. ഇതുണ്ടോ? നൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നോക്ക്. മനസ്സിലായോ? ഓണിൽ തന്നെ എല്ലാം മ്യൂട്ടിലല്ല എടാ അതില് ഫുള്ളാണ്. ഓക്കെ, ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, മോൻ വായിച്ചേ. സെയിൻ വായിച്ചേ. ഇത് വായിച്ചേ. ആ, ലേക്ക് മോളത് ശ്രദ്ധിക്കട്ടെ. ഇവിടെ എല്ലാവർക്കും ഒരു തപ്പലുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയപ്പോ അത് മനസ്സിലാവുന്നില്ല. നീട്ടാന് ബീനു. ബീനു. അപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ എഴുതിയ ഇതന്നെയാണ് ഇതും. ഓക്കെ, ഇത് രണ്ടും ഒന്നാട്ടോ. ബി ബി. അപ്പൊ ഈ ആക്ക് ശേഷം അക്ഷരം വന്നതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അപ്പൊ ഇത് ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ വായിക്കുമ്പോ ഇത് യബീനു. ഓക്കെ. ഇനി അടുത്ത വായിച്ച മോനെ. സ്ക്രീനിൽ നോക്കിയിട്ടല്ല വായിക്കുന്നത്. ഓക്കെ, പേടിക്കണ്ട. ടീച്ചർ മുമ്പിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. വായിച്ചോ, ധൈര്യമായിട്ട് വായിച്ചോ. ഞാ. ഞാ ബാ. വെരി ഗുഡ്. യാ. നൂ. ബു. എനൂബു. ഗുഡ്, വെരി ഗുഡ്. ബാത്ത. വെരി ഗുഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേതാണ് ഇവിടെ. ബി. എബി. ഓക്കെ, എബി. പിന്നെന്താ? തൂനൊക്കെ മറന്നോ? ഇന്നലെ ഞാൻ എഴുതി തന്നതില്ലേ? ബാ ബീബു, ബാ ബീബു. അത് എനിക്ക് 2-3 പ്രാവശ്യം ഒന്ന് എഴുതി അയച്ചു തരണം കേട്ടോ. അത് പഠിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി കൂട്ടി വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഇന്നലത്തെ വീഡിയോ എല്ലാവരും ഒന്നും കൂടി കാണണം കേട്ടോ. അത് നിങ്ങൾക്ക് എപ്പോഴാ തരികയെന്ന് അറിയില്ല. ഓക്കെ, ഇനി ഇത് വായിച്ചേ. വേഗം വായിക്കുക, സമയം ഇപ്പൊ പോയി. ഇനിയും 2-3 പേര് വായിക്കാനുണ്ട്. ഇല്ലല്ല, ഇത് ബ. അടുത്തത് ഞാൻ നീട്ടിയാല് ഞാ. അപ്പൊ ബനാ. വെരി ഗുഡ്. അടുത്തത് നീ. അതായത് ഇന്നലെ ഈ വരാത്തതുകൊണ്ടാണ് തപ്പല്. ഇന്നലെ നമ്മൾ ഇതൊക്കെ പഠിച്ചിരുന്നു. നീ. പിന്നെന്താ? ഓക്കെ, അത് 3 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നൂ. ഓക്കെ, ഇവിടെ ഞാ വന്നു, ഇവിടെ നീ വന്നു, ഇവിടെ ഇത് വായിച്ചേ. ഞാനല്ല, താഴെ ഡോട്ട്.
ആരാ സൈനന്നല്ലേ വായിക്കുന്നേ? താ അല്ല മോനെ, ബാ. അടിയിലൊരു ഡോട്ട്. ബാ ബാ. ആ. നൂ. നു. ഓക്കെ. അത് ഇന്നലത്തെ ക്ലാസ് കേട്ട ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി അടുത്ത വായിച്ചേ. അതന്നെ. നീ. സാനി. സാനി. ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിച്ചേ സൈൻ. ചിരിക്കാൻ അറിയോ നോക്കട്ടെ, ഒന്ന് ചിരിച്ചേ. റിയാനും സൈനബും ലൈക്കൊക്കെ ചിരിക്കും നോക്ക്. മറ്റവരെ എനിക്ക് കാണുന്നില്ല. 4 പേരെ ഇപ്പൊ ഞാൻ കാണുന്നില്ല. ഞാൻ എൻ്റെ സ്ക്രീന് വലുതാക്കിയതുകൊണ്ടേ. അപ്പൊ സൈന ഇടയ്ക്ക് ചിരിക്കണം കേട്ടാ. റിയാനൊക്കെ നോക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ ചിരിക്കണം കേട്ടാ. ഇനി വായിക്കേ. ഇനി ചിരിച്ചു വായിച്ചേ. കണ്ടോ, ചിരിച്ചപ്പോ കിട്ടിയതുണ്ടോ? അത് ചിരിക്കാഞ്ഞിട്ടാണ് കിട്ടാത്തത്. ഇനി ചിരിച്ചു വായിച്ച അടുത്ത്. സാബത്ത. ഓക്കെ. നേരത്തെ വായിച്ചത് ഇതന്നെയാണത്. അത് യുസാ. ബി. യുസാബിത്തു. വെരി ഗുഡ്. യുസാബിത്തു. ഓക്കെ. യുസാബിത്തു. ഓക്കെ. ഇനി ഇത് ബൂ. ബൂ. അല്ല, സു. സു. ഇതാ ഈ ചിഹ്നം ദാ ഇങ്ങനെ ഇട്ടാ ഊവിന്റെ ചിഹ്നല്ലേ. അപ്പൊ സുബൂ. ഒക്കെ തന്നെ, എല്ലാം തന്നെ. പിന്നെ സാ എങ്ങനെ വരുന്നു? സാ ഇടണമെങ്കിൽ ഇങ്ങനെ ഇട്ടാലൊക്കെ സാ വായിക്കാം. ഇങ്ങനെ ഇട്ടാല് സു. അപ്പൊ സുബൂത്തു. ഓക്കെ. അടുത്തത് എന്താ റിയാൻ ഇങ്ങനെ ആടണു? ഫാനിന് പകരം ആടണ ഇതെന്താ? നൂ. നൂ. വെരി ഗുഡ്. ബു. ടെൻഷൻ അടിക്കല്ലേ. ബു. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ദാ ബാ ബി ബു. ആ ബു. നാ നീ നു. ആ നീ. യാ ഈ യു. ആ യാ. ഇനി ഒരുമിച്ച് വായിച്ചു നോക്കിയേ. ഇതെന്താ വായിക്കാ? വെരി ഗുഡ്. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അങ്ങനെ വായിച്ചാ മതി കേട്ടോ. ഇനി അടുത്തത് ഇത് അങ്ങനെ എഴുതി തരാം. ബാബി. ബാ ബി ബു. ബു എഴുതി. യാ ഈ യു. യു എഴുതി. എന്നിട്ട് യുവിനെ നീട്ടാൻ വാവ് ഇട്ടെടുത്തു. പിന്നെ താ തീത്തുവിന്റെ തീ എഴുതി. അപ്പൊ എന്താ വായിച്ചേ? ബു. ഇനി വായിച്ചേ ഒരുമിച്ച്. ബുയൂത്തി. ബുയൂത്തി. അങ്ങനെ വായിക്കും. ഇതിലോട്ട് നോക്കി വായിക്ക്. അടുത്തത് ഇതെല്ലാത്തിനും ആണ്. അപ്പൊ വസബ. താഴെയാണെങ്കിൽ ബി സി ബി. ഇല്ല, അടിയില് യസിബു. മാഷാഅല്ലാ, മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. ഉഷാറായിട്ട് വായിച്ചിരിക്കണം കേട്ടോ. ഈ ഇങ്ങനെ ബേജാറായിട്ടാണ്. ഇന്നെ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഭാഗല്ലേ ദാബ്, ഇതൊന്ന് നന്നായി എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ദാദ് ഇതാണ് നമ്മൾ ഇന്നലെ എടുത്ത്. ഇങ്ങനെ താ തീത്തു ബാബിബു സാസിസു അങ്ങനെ. അടുത്തതും വേണം. ഇത് ഇന്നലെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിരുന്നു. ഇതിങ്ങനെ കേട്ടോ. ഇതിങ്ങനെ എഴുതണ്ടേ. ഇങ്ങനെ കേട്ടോ. വായിച്ച് എഴുതട്ടോ. എന്റെ കൂടെ ആരായിരിക്കും? സെയിന്റെ കൂടെ ആരായിരിക്കുന്ന? ഉമ്മയാണോ ഉപ്പയാണോ? ഉമ്മ. അവന് എന്താ ടെൻഷൻ ഉണ്ടോ? അവന് ടെൻഷൻ ഉണ്ടോ? കിട്ടണില്ല.
ന്യായം വായന തെറ്റിപ്പോകുന്നുണ്ട് ആൾക്ക്. അതിനല്ലേ നമ്മൾ പഠിക്കണത്. അപ്പൊ എന്തിനാ ടെൻഷൻ അടിക്കണ? കുഴപ്പമില്ല. നമ്മള് എത്രയേ പഠിച്ചു, ഒറ്റക്ക് വായിച്ചല്ലോ, പിന്നെന്തിനാ ടെൻഷൻ? ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നന്നായി വായിച്ചല്ലോ. ചിരിച്ചേ. ഈ ചിരിക്കണം കേട്ടോ ഇടക്ക്. ഓക്കെ, ഇനി മറ്റുള്ളവർ വായിക്കുമ്പോ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇനി നാളെ ഉഷാറായിട്ട് വായിക്കാൻ പറ്റൂട്ടാ. ഇനി ആരാ? ഇനി ലേക്ക് വായിച്ചാലോ? ലേക്ക്. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. ആരാ? മാം, സൈനബിന് വായിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ളവർ വായിക്കാനുള്ളത് വായിച്ചിട്ടേ സൈനുവിനെ കൊണ്ട് ഒന്നും കൂടി ഓ, വായിപ്പിക്കണം. ആയിക്കോട്ടെ വിഷമിച്ചിരിക്കുന്നു വായിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ സൈനബ് വായിച്ചതുകൊണ്ടാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. ഇത്രയും ചെറിയ കുട്ടികൾക്ക് വായിക്കാൻ കഴിയുമോ എന്നുള്ളൊരിത്. മാഷാഅല്ലാ. ഇനി ആരും ഇല്ലല്ലോ. ഇനിയിപ്പോ ആരാ നോക്കട്ടെ കേട്ടോ, ആരാ ഉള്ളതെന്ന്. ലേക്ക് വായിച്ചിട്ടില്ലല്ലോ. ലേക്കിന് ഒറ്റയ്ക്ക് ഇരുത്താത്ത എന്തേ മടിയിലിരിക്കുന്നു? നിൽക്കട്ടെ ഒരു മിനിറ്റ്, ഞാൻ മീറ്റിങ്ങിലോട്ടൊന്ന് തിരിച്ചു പോട്ടെ, എന്നാലും എനിക്ക് നിങ്ങളെ കാണുള്ളൂ. ഒരു മിനിറ്റ്. ഇനി റിയാനൊന്നും വായിക്കുന്നില്ല. ലേക്ക് തന്നെ ഉള്ളൂ ഇനി. പിന്നെ ലേക്ക് വായിച്ചിട്ട് സൈനബിന് വായിക്കാം. ഇന്ന് ലേക്ക് വായിച്ചേ. ഒരു മിനിറ്റ്. വായിച്ചോ മോളെ, ലേക്ക് വായിച്ചോ. ദാദാ കസാലയിലിരുന്നൂടെ? കസാലയിലിരുന്നാളേണ്ടി കേട്ടോ. ഓണാക്ക്, ഓഡിയോ ഓണാക്ക്. ഓഡിയോ, ലേക്കൻ്റെ ഓഡിയോ ഓഫാ. അത് മെല്ലെ ഒന്ന് തൊട്ടെടുത്താൽ മതി. ഓഡിയോ ഓഫാന്ന് പറയുന്ന ശുഭദേ. അത് ഞാൻ ഓഫാക്കിയതാ. ഇവരെ വായിക്കുന്നത് കേൾക്കാൻ എല്ലാവരും ഓഫാക്കിയിരുന്നു, അതായിരിക്കും. ഇപ്പൊ ഓണായി. ഇപ്പൊ ഓണാണോ? ഓണ. ഇനി വായിച്ച മോളതാ അത്. ബാബ, വെരി ഗുഡ്. ഓക്കെ, ഒരു താബ, മിനിറ്റ്. താബ. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് ശരിയാക്കട്ടെ. ഇപ്പൊ എന്റെ ഇത് വർക്കാവുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. ക്യാമറ ഓഫാണോ? ലേക്ക് എന്താ നോക്കിയാ ഇല്ല കുട്ടത്തി, ഞാനുണ്ടാവില്ല. കുട്ടി പോകണ്ടാവില്ല. നീയോട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറയാനുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ശരിയായി. ഓക്കെ, ഇപ്പൊ ശരിയായി. ഇനി വായിച്ചോ. ബാബ കഴിഞ്ഞു. ഇനി ഇത്. ഓക്കെ, വായിച്ചോ. മോള് വായിച്ചോ. കാണുന്നില്ല എന്നെ. ഒറ്റക്ക് വായിക്കട്ടാ. വായിച്ചോ. ഞാൻ പറഞ്ഞുതരാം. താബ, വെരി ഗുഡ്. യസൂബു, മബ്രൂക്ക്. യസൂബു, ആ സാബ, ഗുഡ്. യസൂബു, ഓക്കെ, മാഷാഅല്ലാ, മബ്രൂക്ക്. സവാബു, വെരി ഗുഡ്. ബാബി, ബാബി നീട്ടാണ്ട്. ബാബി. ബാബി, ഓക്കെ, മാഷാഅല്ലാ, മബ്രൂക്ക്. ബാന, വെരി ഗുഡ്. യ. യാബീനു, യബീനു. ഓക്കെ, വെരി ഗുഡ്. ബറക്കല്ലാഹു ഫീക്ക്. നാബ, വെരി ഗുഡ്. യനൂബു, ജനൂബ്. മാഷാഅല്ലാ, മബ്രൂക്ക്. ബാത, വെരി ഗുഡ്. യബീതു, യബീതു. മാഷാഅല്ലാ, മബ്രൂക്ക്. യബീതു. ഒരു മിനിറ്റ് ഇതൊന്ന് വായിക്കട്ടെ. അടുത്തത്. ഇനി ഇതല്ലേ ഇനി വായിക്കാൻ. ബാ,
Na. Ah. Bana. Very good. Bani. Very good. Banu. Mashallah, Baruch. Sani. Rani. Sani. ഒന്ന് നീട്ടി കൊടുത്താളേണ്ടി. ഇനി ഇത്. അടുത്തത്. Sa. ഉം. Ba. ഉം. Sabata. സാബത്ത. Sabata. സാബത്ത. Yu. ഉം. Sa. ഉം. Bitu. മാഷാഅല്ലാ, Yusabitu. യുസാബിത്തു. അങ്ങനെയാണ് വായിക്കേണ്ടത്. ഓരോ അക്ഷരം പിന്നെ ഒരുമിച്ച്. Nu. ബു ബു അടിയിലാണ് ഡോട്ട്. ഇവിടെ ഇതാണ്. Ubi. ബു ബു ബു. Tubutu. വെരി ഗുഡ്. സുബൂത്തു. ഡോട്ട് ശ്രദ്ധിച്ചാൽ മതി. താഴെ ഡോട്ട് ഇട്ടാൽ ബ, മുകളിൽ ഇട്ടാൽ ന. അപ്പൊ ഇത് സുബൂത്തു. വെരി ഗുഡ്. Nunu. വെരി ഗുഡ്. Bu. Bunia. ദുനിയ. മാഷാഅല്ലാ, മബ്രൂക്ക്. Bu. Yu. Ti. Ti. Buyuti. വെരി ഗുഡ്. Wasaba. വെരി ഗുഡ്. Yasibu. Yasibu. യസീബുല യസിബു. Yasibu. സി നീട്ടിയിട്ടില്ല. സി നീട്ടണമെങ്കിൽ ഇങ്ങനെ വേണ്ടേ. സി എഴുതിയിട്ട് ഇങ്ങനെ നീട്ടിയാൽ സി വായിക്കും. ഇത് വെറും സി. യസി ബു. ബു എന്ന് വായിച്ചു നോക്കിയേ. യസിബു. വായിച്ചോ? വായിച്ചോ? Yasibu. യസിബു. മാഷാഅല്ലാ, അൽഹംദുലില്ലാ. മുമ്പ് പഠിച്ചിട്ടുണ്ടാ ലൈക്ക? പഠിച്ചിക്കണ. ഓക്കെ. മുമ്പ് പഠിച്ചവർക്ക് എളുപ്പമുണ്ട്. ബാക്കിയുള്ളവരും വായിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നന്നായി വായിക്കുന്നുണ്ട്. സൈനബിന് ഉറക്കം വന്നണു. സൈനബ് വായിച്ച? സൈനബ് വായിച്ചു കഴിഞ്ഞിട്ട് റിയാൻ വായിച്ചില്ലേ? വായിച്ചില്ലേ? ഓക്കെ. അപ്പൊ മാഷാഅല്ലാ ലൈക്കയും വായിച്ചു. അൽഹംദുലില്ലാ, നന്നായി വായിച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. മാഷാഅല്ലാ, മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഇനി സൈനബ് വായിച്ചേ. ഇതെന്താ? ബാബാ. നീട്ടണം. ബാബാ. മാഷാഅല്ലാ, മബ്രൂക്ക്. അടുത്തത്. ഗാബ. വെരി ഗുഡ്. Yatubu. വെരി ഗുഡ്. Saba. വെരി ഗുഡ്. Yasubu. വെരി ഗുഡ്. Sawabu. വെരി ഗുഡ്. Babi. മാഷാഅല്ലാ, മബ്രൂക്ക്. Bana. വെരി ഗുഡ്. Yabinu. Yabinu. മാഷാഅല്ലാ, മബ്രൂക്ക്. ഇന്നലെ ഇവിടെ മാത്രാണ് സൈനബിന് ഒരു തപ്പല് വന്നത്. Naba. വെരി ഗുഡ്. Yanubu. Yanubu. Bata. Yabitu. Yabitu. മാഷാഅല്ലാ, മബ്രൂക്ക്. Bana. അല്ല ബ. Bana. അല്ല ബ. ഇതാണ്
ബന ബന വെരി ഗുഡ്. ആ പനി പനി. ആ ബ ബ ഉം. നു ബനു. ബനു മാഷാഅല്ലാ. താനി റാണി. ആ അങ്ങനെ നീളത്തിൽ വായിച്ചാൽ മതി, അപ്പൊ വേഗം കിട്ടും കേട്ടാ. ഓക്കെ, അടുത്തത്. ഓക്കെ. ആ ഇനി ഇത്. താ ഉം. ബ ത ഉം. ബത വെരി ഗുഡ്. യുസാബിത്തു യുസാബിത്തു. വെരി ഗുഡ്. ആ സുബൂതു വെരി ഗുഡ്. ആ നൂനു ഓക്കെ, മാഷാഅല്ലാ, മബ്രൂക്ക്. ഉനി ഉനിയ ദുനിയ. വെരി ഗുഡ്. ഇപ്പൊ വലിയ വലിയ വേർഡൊക്കെയാണ് നിങ്ങൾ വായിക്കുന്നത്. ബു ബുയു. ബുയൂതി വെരി ഗുഡ്. ആ വസബ ഉം. യസിബു യസിബു യസിബു. മാഷാഅല്ലാ, മാഷാഅല്ലാ, മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ, നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. ഇനി ആരാ വായിക്കാന്? മിസ്രിയും പിന്നെ ഇവളൊക്കെ പോയാ? ആര്? അലീമ. അലീമ ഉറങ്ങിയാ? ആ മിസ്രി അവിടെ ഇരിക്കുന്നുണ്ട്. ആ അലീമയുണ്ട്. ഓക്കെ, അലീമ വായിച്ചല്ലോ അല്ലേ? അലീമ വായിച്ചു. ഇപ്പൊ എല്ലാരും വായിച്ചു. ഇനി റിയാൻ വായിക്കോ? വായിക്കോ? റിയാൻ ഓണാക്കി, ഓഡിയോ ഓണാക്കി. എന്നിട്ട് പറഞ്ഞേ, റിയാൻ ഇന്നും കൂടി ഉണ്ടാവുള്ളൂ, നാളെ മുതൽ ലീവാണ് പറഞ്ഞേ. എല്ലാവരും പഠിക്കാൻ സ്കൂളിലൊക്കെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അവന് ഇനി അടുത്ത വർഷം മുതൽ നമ്മൾ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ, അവന് അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് പഠിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓണാക്കിയ മോനെ, ഓഡിയോ ഓണാക്ക്. ആ ഇനി പറഞ്ഞേ, എന്താ വിശേഷം? ഇനി നാളെ ക്ലാസ്സിന് ഇരിക്കണ, ഇവരെ കൂടെ ക്ലാസ്സിന് ഇരിക്കണ. വായിക്കോ? വായിക്കോ? ഇത് വായിക്കോ? എന്താന്ന് വായിക്കോ? കേക്കൊന്നുമില്ല, ശരിക്ക് പറ. ഈ കാണുന്നുണ്ടോ? ഇവരിനൊക്കെ കാണുന്നുണ്ടോ? സൈനൊക്കെ കാണുന്നുണ്ടോ? ആരാ പറയണേ? റിയാൻ തന്നെയാണോ സംസാരിക്കണേ? കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടില്ല, അതാണിന്ന് വായിക്കാൻ പറ്റാത്തത്. അതിന് ഞാൻ മറ്റേത് വായിക്കാൻ പറഞ്ഞിട്ട് വായിച്ചില്ലോ. ഇതാത് പനിയാണ്. അതാണ്, ഇടക്ക് പനി വരുമ്പോഴാണ് പ്രശ്നം. ഇതോ വായിച്ചേ, ഇത് വായിക്കാൻ വായിക്കോ? ഓക്കെ, അപ്പം കുഴപ്പമില്ല. ഇനി നന്നായി പഠിച്ചിട്ട് വരാല്ലേ? ഓക്കെ ഓക്കെ, അസ്സലാം. ഓക്കെ, എന്നാ എല്ലാവരോടും സലാം പറഞ്ഞിട്ട് പോയിക്കോ. ഓക്കെ, സലാം പറഞ്ഞേ. സലാം എന്റെ അർത്ഥമൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ? ഈ ആ ടൈം ശരിക്കും ഇരിക്കാഞ്ഞിട്ടാണ്. ഇപ്പൊ ഇവരൊക്കെ നോക്ക് വായിക്കുന്നു, അവര് ഇങ്ങനെ ഇതിൽ നോക്കി ഇരുന്നിട്ട് വായിക്കുന്നുണ്ടോ? അപ്പൊ ഉള്ള ടൈം ഈ ഇരിക്കാഞ്ഞിട്ടാണ്. അപ്പൊ ഇങ്ങനെ ചിരിച്ചിരിക്കും. എന്താ സംഭവം? ഇൻഷാ അല്ലാ, എന്തായാലും അൽഹംദുലില്ലാ ഉഷാറായിട്ട് അടുത്ത വർഷം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമ, ബാറക്കല്ലാഹു ഫീക്കി.
ഓക്കെ. അപ്പോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല് മക്കളെ, ഇനി നമുക്ക് അടുത്ത വീക്ക് അടുത്ത യൂണിറ്റിലോട്ട് പോവാലോ അല്ലേ? ഇനി ഇത് വേണ്ടല്ലോ, ഇത് ഇനി പഠിക്കണ്ടല്ലോ. ഇനി ഇതിങ്ങനെ അടുത്തതിൽ വരുമ്പോഴും നമുക്ക് ഇതേ വാക്ക് തന്നെ പഠിക്കാനുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി നമ്മൾ ഇതൊക്കെ ചെയ്യണം കേട്ടോ വർക്ക്. ആദ്യം ഈ ഒരു വീക്ക് ആദ്യം ഇത് എഴുതിയിട്ട്, അത് കുറെ പേര് അയച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ. കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്ക്. പേരൻസ് ശ്രദ്ധിക്കണേ. ഇത് സെയിൻ ഇതൊക്കെ മോൻ പഠിച്ചതാണ് കേട്ടാ. മോൻ നന്നായി വായിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കരുത് കേട്ടാ. ഓക്കെ. ഇതുണ്ടല്ലോ, ബാ ബി ബു താ തീ തു സാ സി സു. അലിമ, മിസ്ലിയ ഒക്കെ ശ്രദ്ധിക്ക്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ കേട്ടോ ഇങ്ങനെ എഴുതി പഠിക്കണം. അങ്ങനെ വായിച്ചിട്ട് വോയിസ് ഒക്കെ വിടണം കേട്ടാ. കുറെ പേര് വോയിസ് വിട്ടിട്ടുണ്ട്. എല്ലാവരും വിടണം കേട്ടാ. കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞേ? വോയിസ് വിടണമെന്ന്. ബാ ബി ബു താ തീ തു. പിന്നെന്താണ് ഇത്? ബാ ബി ബു. ഓക്കെ. അലിമ കേൾക്കുന്നുണ്ടാ? അലിമ മദ്രസയിലും പോണുണ്ട് അല്ലേ? മദ്രസ സ്കൂളും. ഇതാ താ തീ തു സാ സി സു. വോയിസ് വിട്ടാലും മതി, അല്ലെങ്കിൽ എഴുതിക്കോളി. നിങ്ങൾക്ക് ഒന്നും കൂടി വായിച്ചിട്ട് എഴുതണം കേട്ടാ. വാ വി വു യാ ഈ. ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം. ആരാ പറയുന്നേ? പറ. അത് മാത്രമേ എഴുതാനുള്ളൂ. പിന്നെ ഇതില്ലാത്തത്, ടെക്സ്റ്റ് ലിസ്റ്റിലല്ലാത്തത്. ബാ ബി ബു ബാ ബി ബു. അതേപോലെ താ തീ തു താ തീ തു. പിന്നെന്താ? സാ സി സു സാ സി സു. എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണു. ന നി നു. ബാക്കി നാ നീ നു. വ വി വു വാ വി. മിസ്ലിയ പറഞ്ഞോട്ടെ. വാ വി വു യ ഈ. യാ സെയിൻ പറഞ്ഞോട്ടെ. യാ ഈ യു. യാ എഴുതുമ്പോ യാ എഴുതുമ്പോ നിങ്ങൾ രണ്ടും എഴുതണം കേട്ടാ. ഇവിടെ ഇതും കൂടി എഴുതണം കേട്ടോ. എന്നാലുള്ള നിങ്ങൾക്ക് വായിക്കുമ്പോ മനസ്സിലാവുക. എവിടെ യാ എവിടെ പോയി? യാ ഇവിടെ ഇതാ. എന്റെ സ്ക്രീനിൽ നീങ്ങുന്നില്ല. പോട്ടെ. ഞാനിഞ്ഞ് ആ പാഠം എടുത്തുതരാം. അടുത്ത പാഠം എടുത്തുതരാം. അപ്പൊ ഇതൊക്കെ എഴുതണം കേട്ടോ. ഇതൊക്കെ ഇതില്ലേ, ഇതാണ്. ഇത് നിങ്ങൾ അടുത്ത ആഴ്ചന് മുമ്പ് എഴുതി അയച്ചു തരണം എനിക്ക്. ഇവിടെ ബാബ, അടുത്തത് ഇവിടെ ബാബ, പിന്നെ ഇവിടെ ബാബ. അങ്ങനെ 9 ലൈനായിട്ട് എഴുതണം കേട്ടോ. അതേപോലെ ബാബി 16ാമത്തെ പേജും, പിന്നെ 17ാമത്തെ ഏതൊക്കെ പേജാ? 15ാമത്തെ പേജ് എഴുതണം, 16 എഴുതണം, 20 വരെ എഴുതണം. കുറേശ്ശെ എഴുതിയാൽ മതി കേട്ടാ. ഒരുമിച്ച് എഴുതണ്ട കേട്ടോ. ഓരോ ദിവസം ഓരോ പേജ് എഴുതിയിട്ട്
കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഒരു ദിവസം ഞാൻ എഴുതിപ്പിച്ചിരുന്നില്ല നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ വീക്ക്. 15 എഴുതിക്കോളി, 16, 17, അതൊക്കെ കുറേശ്ശെ കേട്ടോ. ഓരോ ദിവസം ഓരോ പേജ് എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് ഒരാഴ്ച ഉണ്ടല്ലോ. പിന്നെ വേറൊന്ന് എഴുതിയാ പോരാ, വോയിസ് വിട്ടുതരണം. നിങ്ങൾ വായിച്ചിട്ട് എനിക്ക് വോയിസ് വിട്ടുതരണം കേട്ടോ. എന്താ നമ്മൾ അടുത്ത വീക്ക് പഠിക്കുന്നതുണ്ടോ? ഈ 2 അക്ഷരം മാത്രമേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ ശരിയായില്ലേ? അടുത്ത വീക്ക് ഈ 2 അക്ഷരം മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇത് രണ്ടും ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെ കേട്ടോ. കണ്ടോ? യാ നിങ്ങൾ പഠിച്ചതല്ലേ? ഉണ്ടോ? യാ അത് പോയാ നിങ്ങൾ പഠിച്ചതാണ്. ഇത് അതേപോലെ പഠിച്ചതാണ്. ഇത് പഠിച്ചതാണ്. അലിഫ് പഠിച്ചതാണ്. അപ്പൊ അടുത്ത ആഴ്ച ഉണ്ട് ഇതന്നെ കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പൊ നിർത്താം. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീക്കിൽ കാണാം. അപ്പൊ റിയാൻ ഇനി ഉഷാറായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബാക്കിയുള്ളവർ അടുത്ത വീക്കിൽ കാണാം. ഓക്കെ, നമുക്ക് നിർത്താം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ബൈ ബൈ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.